കേരള സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കേരളം വിഷൻ 2031 ഒക്ടോബർ 16 ഫോർട്ട് കൊച്ചിയിൽ സെമിനാറിലേക്കുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം കൊച്ചി എംഎൽഎ കെ.ജെ. മാക്സിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്, ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ, കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ എന്നിവരാണ് രക്ഷാധികാരികൾ. കേരള സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കേരളം വിഷൻ 2031 സെമിനാറിലേക്കുള്ള സംഘാടക സമിതി രൂപീകരണ യോഗമാണ് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ വെച്ച് നടത്തിയത്. കൊച്ചി എംഎൽഎ കെ.ജെ. മാക്സിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ വിവിധ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ച് നേതൃത്വങ്ങൾ പങ്കെടുത്തു. വിവിധ മേഖലയിൽ നിന്നുള്ള എല്ലാവരും ഉണ്ടാകണം. സെമിനാർ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. എല്ലാ മേഖലയിൽ നിന്നുള്ളവർ വ്യത്യസ്തമായിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടാവും. അത് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന സെമിനാറാണ്. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ആൾക്കാരുണ്ടാവും. നമ്മുടെ ജില്ലയിൽ നിന്ന് കുറച്ച് കൂടുതൽ ആൾക്കാർ, ബാക്കി എല്ലാ ഭാഗത്തും പ്രതിനിധികളായിട്ടുള്ള ആൾക്കാർ പങ്കെടുക്കുന്നു. അപ്പം ഇത്തരം കാര്യങ്ങളിലുള്ള നമ്മൾ നടപ്പിലാക്കേണ്ടത് വിഷൻ 2031 എന്ന് പറയുന്ന 5 വർഷക്കാലം കഴിയുമ്പോൾ ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, അത്തരം കാര്യങ്ങൾ ആഴത്തിലുള്ള ഡിസ്കഷനാണ്. അപ്പം ഈ നമ്മളിത് ഉൾപ്പെടെ ഏതാണ്ട് 33 സെമിനാറുകൾ കേരളത്തിൽ നടക്കും. അതെല്ലാം ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇതെല്ലാം നടക്കും. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കേരളം വിഷൻ 2031 ഒക്ടോബർ 16 ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. എംഎൽഎ കെ.ജെ. മാക്സി, കൊച്ചി രൂപത വൈസ് ചാൻസലർ ഫാദർ പ്രിൻസ് പുത്തൻ ചക്കാലക്കൽ, ഹജ്ജ് കമ്മിറ്റി അംഗം അനസ് മണാറ, മദ്രസ ബോർഡ് ചെയർമാൻ കരാട്ട് റസാഖ്, മൈനോറിറ്റി വെൽഫെയർ ഡയറക്ടർ സബീൻ സമീത്, വരാപ്പുഴ രൂപത വികാരി ജനറൽ ഫാദർ മാത്യു കല്ലിങ്കൽ, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളായ സെയ്ഫുദ്ദീൻ ഹാജി, പി റോസ, KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ, ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്റ്റീഫൻ ജോർജ് എന്നിവർ സംസാരിച്ചു. വിഷൻ 2031 പറഞ്ഞതിലൂടെ അപ്പോൾ അതിനെക്കുറിച്ച് ഈ ഗവൺമെന്റ് വീക്ഷണത്തോടുകൂടി നന്നായി ന്യൂനപക്ഷങ്ങളെയും കേരളത്തിലെ വിവിധ വിഭാഗം ആളുകളെയും ഒരുപോലെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന മഹത്തായ ലക്ഷ്യത്തോടുകൂടി ഗവൺമെന്റ് നടത്തുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഇതിന് വിവാദത്തിന് സ്ഥാനമില്ല. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ന്യൂനപക്ഷങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കണം, കേരളത്തിലെ ജനങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കണം, മലയാളികളെല്ലാം ഒരുമിച്ച് നിൽക്കണം, മറ്റ് സംസ്ഥാനങ്ങളെ നമ്മൾ മാതൃകയാക്കണം. സംസ്ഥാനത്ത് തുടങ്ങിയുള്ള 33 സെമിനാറുകൾ 33 വകുപ്പുകൾ പല ജില്ലകളിലായി നടത്തുന്നത്. അതിൽ നമ്മുടെ എറണാകുളം ജില്ലയിൽ 5ഓളം വകുപ്പുകൾ വിഷൻ 2031 എന്ന പരിപാടി നടത്തുന്നുണ്ട്. അതിൽ നമ്മുടെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെതായിട്ട് ഉള്ള പ്രോഗ്രാം നമ്മൾ ഒക്ടോബർ 16 തീയതി ഫോർട്ട് കൊച്ചിയിൽ വെച്ച് വെളി ഗ്രൗണ്ടിൽ വെച്ച് നടത്താൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സംഘാടക സമിതി അംഗങ്ങളായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്, ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ, കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ എന്നിവരെ രക്ഷാധികാരികളായും ചെയർമാനായി കൊച്ചി എംഎൽഎ കെ.ജെ. മാക്സിയെയും തെരഞ്ഞെടുത്തു. ഡെപ്യൂട്ടി മേയർ കെ.എ. അൻസിയ, കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ.എ. റഷീദ്, ചെല്ലാനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ.എൽ. ജോസഫ്, കുംബ്ലങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ്, KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ്, KLCA സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ബിജു ജോസി, KLCA സ്റ്റേറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ്, അനസ് മണാറ, കരാട്ട് റസാഖ്, സ്റ്റീഫൻ ജോർജ് എന്നിവരാണ് വൈസ് ചെയർമാൻമാർ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നമ്മുടെ കുഞ്ഞോമനകളുടെ നല്ല ഭാവിക്ക് നല്ല തുടക്കം അനിവാര്യമാണ്. അതിനായി ഞാൻ നിർദ്ദേശിക്കുന്നു സാൻഫോർഡ്. 13 വർഷത്തെ സക്സസ്ഫുൾ ജേർണി, 250-ലേറെ ബ്രാഞ്ചുകൾ, ട്രൂലി ഇന്റർനാഷണൽ, ദ UK കോൺസെപ്റ്റ് പ്രീ സ്കൂൾ. സാൻഫോർഡ്. പഠനം ഇവിടെ ആരംഭിക്കും.